വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 23, 26 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻ പുറത്തുനിന്ന് ആ വഴി വന്ന ശിമയോൻ എന്ന ഒരു കിറനേക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിന്റെ പുറകെ ചുമന്നുകൊണ്ട് വരാൻ നിർബന്ധിച്ചു. ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിന്റെ പിന്നാലെ പോയിരുന്നു. അവരുടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞു, ജെറൂസലേം പുത്രിമാരെ, എന്നെ പറ്റി നിങ്ങൾ കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. എന്തെന്നാൽ വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും. അന്ന് അവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും. പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും? കുറ്റവാളികളായ മറ്റു 2 പേരെ കൂടെ അവനോടൊപ്പം വധിക്കാൻ അവർ കൂട്ടിക്കൊണ്ടുപോയി. തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു. അവിടെ അവർ അവനെ കുരിശിൽ തറച്ചു. ആ കുറ്റവാളികളെയും ഒരുവനെ അവന്റെ വലതുവശത്തും ഇതരനെ ഇടതുവശത്തും ക്രൂശിച്ചു. യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. അവന്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു. ജനം നോക്കി നിന്നു. പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ചു പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇവൻ ദൈവത്തിന്റെ ക്രിസ്തു ആണെങ്കിൽ, അവിടത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ രക്ഷിക്കട്ടെ. പടയാളികൾ അടുത്തു വന്ന് വിനാഗിരി കൊടുത്ത് അവനെ പരിഹസിച്ചു പറഞ്ഞു, നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. ഇവൻ യഹൂദരുടെ രാജാവ് എന്ന് ഒരു ലിഖിതം അവന്റെ തലയ്ക്കുമീതെ ഉണ്ടായിരുന്നു. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ? നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അപരൻ അവനെ ശകാരിച്ചു പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ തുടർന്നു, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു അവനോട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസായിൽ ആയിരിക്കും. യേശുവിന്റെ വ്യക്തിത്വത്തിന്റെ തനിമ വെളിപ്പെടുത്തുന്ന നിർണായക നിമിഷങ്ങൾ. കൈകാര്യം ചെയ്യുന്നതിനായി പീലാത്തോസ് ജനങ്ങളുടെ കൈകളിലേക്ക് വിട്ടുകൊടുത്ത യേശുവിനെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ മർദ്ദനമുറകൾക്ക് ശേഷം വലിയ ഒരു കുരിശും തോളിൽ വെച്ചു കൊടുത്തുകൊണ്ട് ഗാഗുൽത്താ മലയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ കൊണ്ടുപോകുന്ന ആ വിലാപയാത്ര യഥാർത്ഥത്തിൽ ആഘോഷിക്കത്തക്ക വിധത്തിൽ ജനങ്ങൾ സന്തോഷഭരിതരായിട്ടാണ് തിങ്ങിക്കൂടുന്നത്. എന്നാൽ ഒരു ചെറിയ ന്യൂനപക്ഷം ഈ വിലാപയാത്ര കണ്ട് മനസ്സലിഞ്ഞ് ദുഃഖം ഘനീഭവിച്ചുകൊണ്ട് ആ വിലാപയാത്രയെ അനുധാവനം ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് സുവിശേഷകൻ നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു. അവരിൽ അധിക ഭാഗവും സ്ത്രീകളായിരുന്നു. യേശു അവരുടെ ദുഃഖം കണ്ട് അവരോടായിട്ട് പറയുന്നു, ജെറൂസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ പറ്റി കരയേണ്ട. നിങ്ങൾ നിങ്ങളെപ്പറ്റിയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെപ്പറ്റിയും വിലപിക്കുവിൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാൻ പോകുന്ന ബലിയുടെ ഭാഗമാണ് യാതന നിറഞ്ഞ ഈ യാത്ര. വളരെയേറെ പരിഹാസങ്ങളും മർദ്ദനമുറകൾക്കും ശേഷം യേശു തീർത്തും ദുർബലനായിട്ട് കാണപ്പെട്ടപ്പോൾ അവിടേക്ക് കടന്നു വന്ന ശിമയോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ബന്ധപ്പെട്ടവർ നിർബന്ധിക്കുന്നു യേശുവിന്റെ കുരിശ് ചുമക്കാൻ സഹായിക്കുന്നതിന് വേണ്ടി. യേശുവിനോടുള്ള സഹതാപം കൊണ്ടൊന്നുമല്ല, യേശുവിനെ ജീവനോടുകൂടി തന്നെ കുരിശിൽ തറയ്ക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയായിരുന്നു അതിന്റെ പിറകിൽ. അങ്ങനെ വളരെ ക്ലേശകരമായി മനുഷ്യന്റെ ഭാവനയിൽ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്ര ദുസ്സഹമായിട്ടുള്ള വേദന സഹിച്ചുകൊണ്ട് യേശു ഗാഗുൽത്താ മലയുടെ മുകളിലെത്തുന്നു.
മുൻകൂട്ടി ഏർപ്പാട് ചെയ്തിരിക്കുന്ന രീതിയിൽ കുരിശിൽ നിഷ്ഠൂരമായ രീതിയിൽ യേശുവിനെ തറയ്ക്കുന്നു. യേശുവിനെ കുരിശിൽ നാട്ടിയതിനു ശേഷം ആ സംഭവം ആഘോഷമാക്കിയിട്ട് മാറ്റാൻ വേണ്ടി കൂടെ എന്ന് തോന്നത്തക്ക വിധത്തിൽ 2 കുറ്റവാളികളെയും കൂടെ യേശുവിന്റെ ഇടത്തും വലത്തുമായിട്ട് കുരിശിൽ ഉയർത്തുന്നു. അവിടെ കൂടിയിരുന്ന ജനങ്ങളിൽ പലരും യേശുവിനെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയാണ്. നീ ദൈവത്തിന്റെ പുത്രനാണ് എന്നല്ലേ അവകാശപ്പെട്ടിരുന്നത്? ആണെങ്കിൽ നിന്നെ തന്നെ ഇപ്പോൾ രക്ഷിക്കാൻ ഈ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയും പ്രഹരിക്കുകയും ചെയ്യുന്ന ജനക്കൂട്ടത്തെയാണ് നാം അവിടെ കാണാനിടവരുന്നത്. എന്നാൽ ഒപ്പം കുരിശിൽ തറയ്ക്കപ്പെടാനിടവന്ന കുറ്റവാളികളിൽ ഒരുത്തനും ആ പരിഹാസത്തോടും പുച്ഛത്തോടും കൂടി ചേർന്നുകൊണ്ട് യേശുവിനെ പരസ്യമായിട്ട് തന്നെ കുറ്റപ്പെടുത്താനും ഇടവരുന്നതായിട്ട് നാം കാണുന്നു. അവന്റെ കുറ്റപ്പെടുത്തൽ കണ്ടപ്പോൾ വലത്തുവശത്ത് കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ആ കള്ളൻ അവനെ ശാസിച്ചുകൊണ്ട് പറയുന്നു, നമ്മൾ അർഹിക്കപ്പെട്ട ശിക്ഷയാണ് ഏറ്റുവാങ്ങുന്നത്, അതുപോലെയല്ല ഈ കുരിശിൽ കിടക്കുന്ന ഈ വ്യക്തി, അവൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനോടായിട്ട് അപേക്ഷിക്കുന്നു. യേശുവേ, അങ്ങ് ഇന്ന് അങ്ങയുടെ രാജ്യത്തിലാകുമ്പോൾ എന്റെയും കൂടി ഓർക്കണമേ. യേശുവിനു അതിനുത്തരമായിട്ട് അവനോട് പറയുന്നു, മകനെ, നീ ഇന്ന് തീർച്ചയായും എന്നോടുകൂടി പരദീസയിലായിരിക്കും. യേശുവിന്റെ മനസ്സിന്റെ ഭാവങ്ങള് ഒരു മനുഷ്യനെ ചിന്തിക്കാവുന്നതല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത്രയും കഠിനമായിട്ട് നന്ദികേടും അതിക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളും കൊടുക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ആ കുരിശിൽ കിടന്നുകൊണ്ട് യേശുവിന്റെ അധരങ്ങളിൽ നിന്ന് വന്ന വാക്കുകള്, ദൈവമേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് ഇവർക്കറിഞ്ഞുകൂടാ എന്നതായിരുന്നു എന്നുള്ളതാണ് യേശുവിനെ എല്ലാ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതിൽ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കാനിടവരുത്തിയ വാചകം എന്ന് വേണം വിചാരിക്കാൻ. ഒരു തരത്തിലും ശത്രുതാ മനോഭാവമില്ലാതെ ശത്രുക്കൾക്ക് വേണ്ടി വേദനിക്കുന്ന അവസരത്തിലും പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന മഹനീയമായിട്ടുള്ളൊരു മാതൃക നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ യേശുവിന്റെ വേദന ബോധപൂർവം സഹിക്കാൻ യേശു തയ്യാറായതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് നൽകപ്പെട്ട വിനീഗർ ആ അവസരത്തിൽ യേശു ഉപേക്ഷിക്കാൻ തയ്യാറായത് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധാർഹമാണ്. അങ്ങനെ എല്ലാ വേദനകളും എല്ലാ സഹനങ്ങളും ബോധത്തോടു കൂടി തന്നെ ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, തെറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടി തെറ്റുകൾ ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ കിടക്കുന്ന യേശുവിനെയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ലൂക്കാ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് വേണം കരുതാൻ.